കൊട്ടാരക്കരയിൽ ഇത്തവണ ട്വിസ്റ്റുകൾ സംഭവിക്കും എന്നാണ് പറയുന്നത്. അതായത് ഐഷ പോറ്റി CPM-ന് വലിയ കരുത്തുള്ള മണ്ണായ കൊട്ടാരക്കരയിലെ കരുത്തറ്റ നേതാവായ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോയി സ്ഥാനമാനങ്ങൾ കിട്ടാതെ വന്നപ്പോൾ കോൺഗ്രസിൽ നിന്ന് അവിടെ പ്രാതിനിധ്യമുള്ള മഹിളാ കോൺഗ്രസ് നേതാവായ രശ്മി ഇപ്പുറത്തേക്ക് BJP-യിലേക്ക് വന്നു. പക്ഷേ CPM-ന്റെ ബാലഗോപാൽ അങ്ങനെ തന്നെ നിൽക്കുന്നു. ബാലഗോപാലിന് ജയസാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പറയുക. കഴിഞ്ഞ തവണ 67,000-ലധികം വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടി. ഈ കഴിഞ്ഞ തവണ CPM-ഉം UDF-ഉം തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. 10,000-ലധികം വോട്ട് നേടാൻ ഭൂരിപക്ഷം കിട്ടി. ഇത്തവണ എങ്ങനെയായിരിക്കും ഈ മാറ്റങ്ങൾ? ഈ അധികാരം കിട്ടാതെ വരുമ്പോഴുള്ള ഈ ചാഞ്ചാട്ടം, ഈ ആശയപരമായ മാറ്റങ്ങൾ, ഇതൊക്കെ കൊട്ടാരക്കര എങ്ങനെയാകും തീരുമാനിക്കാൻ പോകുന്നത്? 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, CPM സംഘടനാപരമായി വളരെ ശക്തമാണ് സാധാരണഗതിക്ക്, മറ്റു പാർട്ടികളെ അപേക്ഷിച്ച്. BJP-ക്ക് പോലും അങ്ങനെയുള്ള ഒരു കാഡർ വർക്കില്ല ഇപ്പോഴും. അതുകൊണ്ട് തന്നെ അടിത്തറയിൽ അവർക്കുള്ളവരുടെ വോട്ട് ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷനിലും എനിക്ക് തോന്നുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പോലും കൊട്ടാരക്കരയിൽ വലിയ മുന്നേറ്റമൊന്നും UDF-ന് മറ്റ് സ്ഥലങ്ങളിലുള്ളതുപോലെ ഉണ്ടാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു കാര്യമുണ്ട്. ബാലഗോപാൽ ധനമന്ത്രിയാണ്. ബാലഗോപാലിന് ഒരു ക്ലീൻ ഇമേജുള്ള ഒരാളാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് ജനങ്ങളിൽ നിന്ന് വെറുപ്പ് ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ പൊതുവെയുള്ള ഭരണവിരുദ്ധ വികാരം എങ്ങനെ ബാധിക്കും എന്ന ചോദ്യം അത് ഇതിന് പുറത്താണ്. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ബാലഗോപാൽ ജയിക്കണോ വേണ്ടയോ എന്ന് മാത്രമല്ല ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ തീരുമാനിക്കുക. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവണോ വേണ്ടയോ എന്നും കൂടി ഉണ്ടോ ചോദ്യം. അതാണ് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത്. അപ്പോൾ ബാലഗോപാൽ നല്ലവനാണ്, പക്ഷേ പിണറായി വേണ്ട എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുക, ഞാൻ പറഞ്ഞ് ഉണ്ടാവുക. പിന്നെ ഐഷ പോറ്റിയുടെ കാര്യം പറഞ്ഞാൽ, ഐഷ പോറ്റി CPM-ൽ വളരെ ഉറച്ചു നിന്ന ആളാണ്. വലിയൊരു ജയൻ കില്ലറായിട്ട് വന്ന ആളാണ്. ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ചിട്ടാണ് ഐഷ പോറ്റി വരുന്നത്. അവർ അതിന് ശേഷം 2 തവണ പിന്നെയും അവരവിടുത്തെ മെമ്പറായി. 3 തവണ വന്നപ്പോഴും അവരെ മന്ത്രിയാക്കുക, അങ്ങനെ സ്പീക്കറാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഏത് രാഷ്ട്രീയക്കാരനെ പറ്റി പറഞ്ഞാലും, ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ സതീശനോട് ചോദിച്ചു, VD സതീശനോട് ചോദിച്ചു മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുണ്ടോ? ഞാനില്ല എന്ന് പറഞ്ഞാൽ അത് അസത്യമാവും. കേരളത്തിൽ ഏത് രാഷ്ട്രീയ നേതാവിനെ മുഖ്യമന്ത്രിയാവാൻ താല്പര്യമില്ലാത്ത? പിന്നെ സാധ്യതയില്ലെങ്കിൽ നിർത്തിയില്ല എന്നുള്ളൂ. അപ്പോൾ ഐഷ പോറ്റി മന്ത്രിയായില്ല എന്നുള്ളത് ഐഷ പോറ്റിയുടെ ഒരു പ്രശ്നം. പിന്നെ കേൾക്കുന്നത് അവർ എന്തായാലും CPM വിടാൻ തീരുമാനിക്കുന്നു. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ അവർ പോയി സംസാരിക്കുന്നു. അങ്ങനെയാണ് റൂമർ ആരംഭിക്കുന്നു. റൂമറല്ല, ഒരു ഷിഫ്റ്റ് ആരംഭിക്കുന്നു. അവർ കോൺഗ്രസിലേക്ക് വരുന്നു. അവർ കോൺഗ്രസിലേക്ക് വരുന്നു. സ്വാഭാവികമാണ്, നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ സരീൻ പാലക്കാട്ട് മത്സരിച്ചു, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ ഒരു MLA മൂന്നാർ, മറ്റേ ദേവികുളം MLA, പഴയ MLA ഇപ്പോൾ BJP-യിലാണ്. ഇതൊക്കെ സ്വാഭാവികമായും ഒരു ഇലക്ഷന് മുമ്പ് സംഭവിക്കാവുന്ന കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളും അതുകൊണ്ട് മാത്രം ആർക്കെങ്കിലും പ്രത്യേകിച്ച് വെറുപ്പോ അനുകൂലമോ ഉണ്ടാവുന്നല്ല ഞാൻ കാണുന്നത്. ഇപ്പോൾ അവിടെ തന്നെ കോൺഗ്രസിലെ രശ്മി, ഇപ്പോൾ കേൾക്കുന്നത് രശ്മിയാണോ അവിടുത്തെ BJP സ്ഥാനാർത്ഥി എന്നറിയാൻ പറ്റില്ല. വേറെ 2 പേര് കേൾക്കാനുണ്ട്. അഖിൽമാരാരുടെ പേര് കേൾക്കാനുണ്ട്. BJP-യുടെ 2020-യുടെ സ്ഥാനാർത്ഥിയായി അഖിൽമാരാർ വരുന്നു എന്നാണ് ഒരു വാർത്ത. അയാൾക്ക് BJP-യിലേക്ക് വരാൻ താല്പര്യമില്ല 2020 ആയിട്ട്. അങ്ങനെ വരുമ്പോൾ ഈ രശ്മിക്ക് BJP സ്ഥാനാർത്ഥിത്വം കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് സ്ഥാനാർത്ഥിയാക്കുമെന്ന് മാത്രമേ കൊട്ടാരക്കര. അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ കൊട്ടാരക്കരയുടെ നമ്മളിപ്പോൾ ആലോചിക്കണേ. കൊട്ടാരക്കര ആലോചിക്കുമ്പോൾ BJP-ക്ക് ഇപ്പോൾ കേരളത്തിലൊരു 10, 50, 100 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ജയിക്കില്ല എന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളാണ്. ഒരു 10, 20 മണ്ഡലങ്ങളിലെ അവർക്ക് ക്രിട്ടിക്കാലിറ്റി ഉള്ളൂ. അതിലും പെടുന്നൊരു സ്ഥലമല്ല കൊട്ടാരക്കര. കാരണം അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ പെടുന്ന ഒരു മണ്ഡലമല്ല കൊട്ടാരക്കര. അപ്പോൾ കൊല്ലം ജില്ലയിൽ ഞാൻ കണക്കാക്കുന്നത് ചാത്തന്നൂരാണ്. അവർ A ക്ലാസ് മണ്ഡലത്തിൽ കണക്കാക്കുന്ന ഒരു BJP-യുടെ. അപ്പം അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. പക്ഷേ ഈ രശ്മി മാറുന്നത് കൊണ്ട് എത്ര കോൺഗ്രസ്സുകാർ മാറും എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം രശ്മി മാറുന്നത്, ഐഷ പോറ്റി മാറി അതേ ഇക്വേഷൻ തന്നെ രശ്മിക്കുള്ളത്. രശ്മിക്ക് സീറ്റ് കിട്ടിയില്ല, രശ്മി മാറി. ഐഷ പോറ്റിക്ക് സീറ്റ് കിട്ടിയില്ല, ഐഷ പോറ്റി ഇങ്ങോട്ട് മാറി. അപ്പോൾ ആ ഒരു ഇക്വേഷൻ. പക്ഷേ അത് പറയുമ്പോഴും നേരത്തെ ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവരുടെ വോട്ടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷിഫ്റ്റ് വരികയും ബാലഗോപാൽ അദ്ദേഹത്തിനുള്ള പഴയ വോട്ട് പിടിക്കാൻ കഴിയുകയും ചെയ്താൽ ബാലഗോപാലിന് ജയിക്കാൻ സാധ്യതയുണ്ടല്ലോ. അതാണല്ലോ നമ്മുടെ കണക്ക്, അല്ലേ? അതെ, അതായത് മാഷ് പറഞ്ഞതെല്ലാം കറക്റ്റാണ്. ഓരോന്നോരോന്നായിട്ട് ഞാൻ അതിനോട് അനുബന്ധമായിട്ടുള്ളത് പറയാം. അതായത് കൊട്ടാരക്കര എന്ന് പറയുന്നത് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെയും നാടാണ്. അതുപോലെ കൊട്ടാരക്കര ഗണപതിയുടെയും ഒക്കെ നാടാണ്. രാമനാട്ടത്തിൻ്റെയും നാടാണ്. അതുപോലെ തന്നെ അട്ടിമറികളുടെയും നാടാണ്. കൊട്ടറ ഗോപാലകൃഷ്ണൻ പണ്ടിയിൽ R ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വലിയ ഗോലിയാത്തിനെ
തോൽപ്പിച്ച ഒരു ദാവീദ് അല്ലേ, നമ്മുടെ election വലിയൊരു ആവേശകരവും അതെ രോമാഞ്ചകരവുമായിട്ടുള്ള വലിയൊരു സംഭവമായിരുന്നു അത്. നമ്മളൊക്കെ കോരിത്തെരിപ്പിച്ച ഒരു സംഭവമായിരുന്നു. അതിനുശേഷമാണ് ഐഷ പോറ്റി വന്ന് ബാലകൃഷ്ണപിള്ള വീണ്ടും അട്ടിമറിക്കുന്നത്. അങ്ങനെ വീണ്ടും ഒരു ജയന്റ് കില്ലറായിട്ട് 3 തവണ അവർ MLA ആയി. പാർട്ടിക്ക് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി. അവരൊരു ലീഡിങ് അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ അവർ ലീഡിങ് ആണ്, അവർ മിടുക്കിയാണ്, അവർ കേസുകൾ ഉണ്ട് ഇഷ്ടം പോലെ. അല്ല കേസില്ല കോർട്ടിലെ ഫീസില്ല വക്കീലല്ല അവർ. അപ്പോൾ അവർ അവരുടെ പ്രൊഫഷൻ അവരുടെ കരിയർ നോക്കി. അതിൻ്റെ ഫലമായിട്ട് CPMൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ അവർക്ക് വലിയ അവസരം ഉണ്ടായിട്ടില്ല. അതാണ് CPM നോക്കിയത്. അപ്പോൾ വലിയ സ്ഥാനമാനങ്ങളൊന്നും കൊടുക്കാതെ തന്നെ ഒരു അട്ടിമറിക്കാരി എന്നുള്ള നിലയിൽ തന്നെ അങ്ങനെ നിലനിർത്തുകയത്. പിന്നെ വേറൊരു ഡൈക്കോട്ടമി അവർ തമ്മിലുണ്ട്. ഈ ഐഷ പോറ്റി ജയിച്ചു കഴിഞ്ഞ ആദ്യത്തെ ഇൻ്റർവ്യൂ ദൂരദർശനിലായിരുന്നു. അവർ വരുമ്പോൾ ചന്ദനക്കുറി ഇട്ടുകൊണ്ടാണ് വന്നത്. അവർ സത്യപ്രതിജ്ഞ ചെയ്തറിയാമല്ലോ ആദ്യം തന്നെ ദൈവത്തിൻ്റെ. അവരൊരു CPMൻ്റെ ഈ ഒരു കെട്ടുപാടുകളിലും അതിൻ്റെ ചട്ടങ്ങളിലും ചട്ടക്കൂടുകളിലും ഒതുങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. അതാണ് ഈ ഡൈക്കോട്ടമി അവർ സംഭവിച്ചിരിക്കുന്നത്. അതെ, അതുണ്ട്. പിന്നെ ഇവിടെ ബാലഗോപാലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ബാലഗോപാലിൻ്റെ നില ഭദ്രമാണ് പലതുകൊണ്ടും. കാരണം എന്താ, മനോരമ സർവേയിൽ ഫലം വന്നല്ലോ. അത് നമുക്ക് അധികം വിശ്വസിക്കേണ്ട, പോട്ടെ, അത് വിടാം. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന കഴിവുറ്റ ഭരണാധികാരി, കാര്യം നമ്മൾ സംബന്ധിച്ചേ പറ്റും എത്ര എതിർത്താലും അവസാന നിമിഷം കൊണ്ടുവന്നിട്ട് PR വർക്ക് കൊണ്ട്. ഇപ്പം കണ്ടോ, കഴിഞ്ഞ ദിവസം ജനൻ TV-യിലാണ് നമ്മുടെ കിഫ്ബി പദ്ധതിയെക്കുറിച്ച് ശ്ലാഘിച്ചുകൊണ്ട് വാർത്തയ്ക്കുള്ളിലെ PR വർക്കോ പരസ്യമോ അല്ല, വാർത്തയ്ക്കുള്ളിൽ 2 വലിയ വ്യത്യാസമൊന്നും സംഭവം. ജയ്ഹിന്ദ് ടിവിയുടെ ന്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കില് നമ്മുടെ കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി വിജയന്റെ ഒരു പടം വെച്ച് ജയ്ഹിന്ദ് ടിവിയുടെ അതില് ഞാൻ പറഞ്ഞ അതുകൊണ്ട് കാര്യമില്ല. ശരി, അവരുടെ അതല്ല കാര്യമില്ലെങ്കിൽ തന്നെയും ആ കിഫ്ബിയെ ഇപ്പൊ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതിൻ്റെ ഉദ്ദേശം ആ വലിയ രീതിയിൽ പ്രൊമോട്ട്, അത് ഉണ്ടാക്കിയ നേട്ടങ്ങളൊക്കെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാളും പിണറായി വിജയന് വോട്ട് ചെയ്തു പോകും. ഇതൊന്നും പോരാഞ്ഞിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ നമ്പറെല്ലാം കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം നടത്തി പറഞ്ഞു. പിന്നെ സർവേക്കുള്ള ഇപ്പം സർവേ തടഞ്ഞത് ഇപ്പം സ്റ്റേ ചെയ്തിരിക്കുകയാണല്ലോ. അപ്പം സർവേ തുടരാം എന്നല്ലേ എൻ്റെ അർത്ഥം? തുടരാം, ദിവസങ്ങൾ കിട്ടില്ല. SFIക്കാർ ചെയ്യുന്ന നിങ്ങൾ ഇനി അടുത്ത ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ RSSകാർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം അവിടെ നിന്ന് ഓടിക്കും. BJP വന്നാൽ ഓടിക്കും എന്ന് പറഞ്ഞ പോലെ അടുത്ത ഗവൺമെൻറ് വന്നാൽ ക്ഷേമപെൻഷനൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് ഒരു വിരട്ട് കിട്ടും. പാവങ്ങൾ ക്ഷേമപെൻഷൻ കിട്ടാമെന്ന് വിചാരിച്ച് വോട്ടെന്നും പറഞ്ഞ് ഉണ്ടാരവിടെക്കാനെന്നും പറഞ്ഞ് ചിലപ്പോൾ വോട്ട് ചെയ്തെന്നും വരാതിരിക്കാൻ സാധിക്കില്ല. പിന്നെ KN ബാലഗോപാൽ എന്ന് പറയുന്ന കലഞ്ഞൂർ നാരായണ പണിക്കർ മകനായിട്ടുള്ള KN ബാലഗോപാൽ എന്ന് പറയുന്നത് ക്ലീൻ ഇമേജ്. അദ്ദേഹം നമ്മൾ സംസാരിക്കുന്ന ഭാഷ തന്നെ കേട്ടിട്ടില്ല. ധിക്കാരമായിട്ട് ഒരിക്കലും സംസാരിക്കുന്നില്ല. പത്രക്കാരോട് നിങ്ങൾ പറയൂ, കേന്ദ്രത്തോട് പറയൂ എന്ന് വളരെ വിനയപൂർവ്വമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. കേന്ദ്രത്തിനെ അങ്ങനെ അങ്ങ് ചീത്ത പറയുന്നില്ല, കേന്ദ്രം ഒന്നും തരുന്നില്ല, നിങ്ങൾ ഇതൊന്നും വന്ന് അവതരിപ്പിക്കും എന്നുള്ള ഭാഷയാണ്, അല്ല ധാർഷ്ട്യത്തിൻ്റെ ഭാഷയല്ല. അതുകൊണ്ട് അവിടെ പ്രിയങ്കരനാണ് അദ്ദേഹം. തന്നെയല്ല SFIയിലൂടെ വളർന്നു വന്ന ആളാണ്. അങ്ങനെ വളർന്നു വന്നതിൻ്റെ പോപ്പുലാരിറ്റി ഉണ്ട്. വലിയൊരു കുടുംബത്തിലെ ആളാണ്, കലഞ്ഞൂർ കുടുംബം. അദ്ദേഹത്തിൻ്റെ പിന്നെ അറിയാമല്ലോ, KN ഹരിലാൽ അല്ല കലഞ്ഞൂർ മധു അറിയപ്പെടുന്ന ആളുകൾ തന്നെയാണ്. ഈ നാടുകളിൽ എന്തു നമ്മൾ പറഞ്ഞാലും ഈ CPMൽ പെട്ടാലും നായന്മാരുടെ ഒരു ഐക്യമുണ്ട്. ആ ജാതീയതയൊന്നും പോകത്തില്ല, അടുത്തെങ്ങും പോകില്ല. ഉദാഹരണത്തിന് എൻ്റെ അച്ഛൻ പാർട്ടി മെമ്പറാണ്. വീട്ടിൽ വച്ചിരിക്കുന്ന NS നന്നത്ത് പത്മനാഭൻ്റെ വലിയൊരു പടമാണ്. ഇത് അവർക്കുണ്ട് ആ ജാതി വിചാരം എന്നുള്ളത്. അത് അങ്ങനെയൊന്നും പോവുകയില്ല, പാർട്ടിയിലായി കഴിഞ്ഞാലും പോകുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് കൊട്ടാരക്കരയിൽ ക്രിസ്ത്യാനികളുണ്ട്, പക്ഷേ ധാരാളം നായന്മാരും ഉള്ള സ്ഥലമാണ്. ഈ നായർ വോട്ടുകളെല്ലാം പോകുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ KN ബാലഗോപാലിൻ്റെ കാര്യം. ഇവിടെ പറഞ്ഞാൽ രശ്മി വന്നാൽ വലിയൊരു ഭീഷണിയായിരിക്കും, പക്ഷെ വന്നാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഈ ഐഷ പോറ്റി 3 തവണ CPMൽ നിന്നിട്ട് സ്ഥാനം കിട്ടാതെ വന്നപ്പോൾ മാറിയതുകൊണ്ട് ആ ഇമ്പ്രഷൻ, ആദ്യം ഉണ്ടാക്കിയ ഇമ്പാക്റ്റും ഒക്കെ വളരെ കുറഞ്ഞു. ആ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ജയൻ കില്ലർ എന്നുള്ള ഒരു ഇമേജ്, ഒരു താരമായിരുന്നു, ഹീറോയിനായിരുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ യോഗത്തിൽ പോയി അവിടെ BJPക്കാരുമായിട്ട് ചർച്ച ചെയ്യുന്നത് BJPയുടെ ഭാരവാഹികളെന്ന് പറയുമ്പോൾ ഇവരൊരു സ്ഥിരതയില്ലാത്ത ആളാണ്. KN ബാലഗോപാൽ അങ്ങനല്ല, SFIയിൽ കൂടെ വന്നു, CPMൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനോട് എനിക്കും ഒരു യോജിപ്പുമില്ല. തകർന്ന് ഇങ്ങനെ ഒരു അഴകൊഴ നയമല്ല, വളരെ മോശം, വളരെ മോശമാണ്. അത് വളരെ മോശമായ ധനകാര്യ മാനേജ്മെൻറ്റ് ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ ക്ഷേമ പെൻഷനിലൂടെ അവസാനം കൊണ്ടുവന്ന് ക്ഷേമ പെൻഷനെല്ലാം തീർത്തു. അതുപോലെ തന്നെ ശമ്പള കമ്മീഷനെ വെച്ചിരിക്കുന്നു, VP ജോയിയെ വെച്ചുകൊണ്ട് ശമ്പള കമ്മീഷൻ പ്രസക്തിയില്ല. കാരണം വരുന്നതേ ഉള്ളൂ. പ്രതീക്ഷകൾ കൊണ്ടാണല്ലോ വോട്ട് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, 5 ദിവസമായിട്ട് ഈ അവരുടെ സർക്കാർ ജീവനക്കാരുടെ
സർവീസ് ദിനങ്ങൾ 5 വലിയ അവർക്ക് ഇഷ്ടമാണ്. അവർക്ക് ഈ 5 പണി വല്ലതും ചെയ്യുന്നുണ്ട്. കല്യാണത്തിന് പോവുക, ചരമത്തിന് പോവുക, ആഘോഷിക്കാൻ പോവുക, റീലെടുക്കുക, ഇതൊക്കെയാണ് ഇതിനിടയ്ക്ക് നടക്കുന്ന കലാപരിപാടികൾ. ഇതെല്ലാം തുടരുകയും ചെയ്യുക. 5 ദിവസം ഇരുന്നാൽ മതി, ബാക്കി 2 ദിവസം അടിച്ചു പൊളിച്ച് വീട്ടിലിരിക്കാം. ഇങ്ങനെയുള്ള പരിപാടികൾ സർക്കാർ ജീവനക്കാർക്ക് ആക്കുന്നതിനോടെ ഒരു പ്രശ്നം, ഒരു കാര്യമുണ്ട്. 5 ദിവസം ആക്കുന്നത് ജീവനക്കാർക്ക് നല്ലതാണ്, ജീവനക്കാർക്ക് മോശമാണ്. നമുക്ക് മോശമാണെന്ന് വെച്ചാൽ നമുക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ല. കാര്യം നടക്കും. ഇതിന് മുമ്പ് ആക്കിയിരുന്നു, ഒരിക്കൽ ഓർമ്മയുണ്ടോ? ഈ 5 ദിവസം നമ്മൾ ആക്കിയിരുന്നു ഇവിടെ, ഈ മുമ്പ് ആക്കിയിരുന്നു. പിന്നെ സംസ്ഥാനം പിന്നെ മാറ്റിയതാ ഒരു ഘട്ടത്തിൽ. അതിന് കാരണം എന്താ വെച്ചാൽ അന്ന് ഞാനൊക്കെ പറഞ്ഞൊരു കാര്യം, പ്രത്യേകിച്ചും കോവിഡിനൊക്കെ മുമ്പ് ഇതിന് ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ അത്രയും കറണ്ട് ലാഭം ഉണ്ടല്ലോ. ഫാൻ ഓഫ് ചെയ്യാതെ വെള്ളിയാഴ്ച വൈകുന്നേരം ഫാനൊന്നും ഓഫ് ചെയ്ത് പോയി ലാഭം ഉണ്ടാവുക. ഞങ്ങളുടെ ജോലിയല്ലെന്നും പറഞ്ഞു. അങ്ങനെ അതിന്റെ ഫലമായിട്ടല്ലേ സെക്രട്ടേറിയറ്റിൽ തീ പിടിച്ചത്. ഒരു ശ്രദ്ധയില്ല ആ കാര്യത്തിൽ. വെറുതെ വേസ്റ്റ് ആക്കി. ഒരു നാഷണൽ വേസ്റ്റ് ആണ്, നാഷണൽ ക്രൈമാണെന്നൊരു ബോധം ഒരൊറ്റ മനുഷ്യനില്ല. ഇത് പ്യൂണിന്റെ ജോലി, ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാണ് ഓഫീസർമാർ പോകുന്നത്. ഇനി ഞാൻ പറയാം, കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിലൊക്കെ ഇത് 5 ദിവസം ആക്കി. അതിന്റെ ഞാൻ കണ്ടു, ഈ രാവിലെ അപ്പോൾ 9 മണിക്ക് വരണം, നിങ്ങൾ 6 മണിക്ക് പോകണമെന്നാണ് ഇത് അവേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. എവിടെ 10 മണി കഴിയാതെ ആൾക്കാർ വരത്തില്ല. ഇനി അഥവാ 9 മണിക്ക് വന്നു പോയാലും എന്തോ ഇടയ്ക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇഷ്ടമുള്ളിടത്ത് പോകും. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റില് അങ്ങനെ പോകണമെങ്കിൽ ഇവിടുത്തെ ട്രെയിനിന്റെ സമയം മുഴുവൻ മാറ്റണം. 9 മണിക്ക് ആക്കണമെങ്കിൽ. അതെ, രാവിലെ എറണാകുളത്ത് പോകുന്ന ട്രെയിനിൽ പോകുന്ന ഒരുപാട് പേരുണ്ട്. അതെ അതെ, കൊല്ലത്തുനിന്നും ആലപ്പുഴയിൽ നിന്നും ഒക്കെ കയറി പോകുന്നവരുണ്ട്. അപ്പോൾ അത് 1 മണിക്കൂറൊന്നും മാറ്റിയാലേ ഇത് രക്ഷപ്പെടുള്ളൂ. അല്ലെങ്കിൽ വേറെ വല്ല ട്രെയിൻ സമയത്തിന് വന്നാൽ തന്നെ പാല് കാച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ഡേയ്സിലേ വെക്കൂ. ഞാൻ പറയുന്നതല്ല, ജി ശേഖരൻ നായർ പണ്ടേ പറഞ്ഞ കാര്യമാണ്. അവർ അപ്പം കാരണം ഞായറാഴ്ച വെച്ച് കഴിഞ്ഞാൽ നഷ്ടം, അത്രയും സമയം വീട്ടിൽ നിന്ന് പോകേണ്ടി വരത്തില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സർവീസ് സംഘടന സ്ട്രെങ്ത് ഉണ്ടവർക്ക് ബ്യൂറോക്രസിയെ മറികടക്കാൻ ആ ഒരു മുഖ്യമന്ത്രിക്കും കഴിയുകയില്ല. അതാണ് പഞ്ചിങ് മെഷീൻ വെച്ച് കഴിഞ്ഞാൽ അത് തല്ലിപ്പൊട്ടിച്ച സംഭവങ്ങളില്ലേ. അങ്ങനെയൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്താൽ പോകുന്നത്. അതൊക്കെ സർവീസ് അത്രയും തന്നെ അതിന് കുറയും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു ദിവസം കുറച്ച് കഴിഞ്ഞു. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റുമല്ലോ. ആ സന്തോഷം വോട്ടായി മാറും, വോട്ട് ബാങ്കായിട്ട് മാറും. പിന്നെ മാഷ് പറഞ്ഞ പോലെ തന്നെ മാസ് ബേസ് എന്ന് പറയുന്ന കൊട്ടാരക്കരയിൽ 2 പാർട്ടിക്ക് അതൊന്നും ഒരു കുഴപ്പവും സംഭവിക്കാതെ അവിടെ തന്നെ ഉണ്ട്. ഇഴവ് വോട്ടുകൾ പോയിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ കുറച്ച്. പക്ഷേ കൊട്ടാരക്കരയെ അത് ബാധിക്കുന്നില്ല. കാരണം കൂടുതലും എൻ്റെ അറിവിലും നേരത്തെയുള്ള സെൻസസിൽ ജാതിയും പറയുന്നില്ല, അല്ലെങ്കിലും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് നായർ അതുപോലെ ക്രിസ്ത്യൻ ഈ കമ്മ്യൂണിറ്റികളാണ് പ്രബലമായിട്ടും ഐക്യമായിട്ടും അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ, എൻ്റെ ഉള്ള പരിമിതമായ അറിവും വെച്ച് നോക്കുമ്പോൾ, ഇവിടെ ഇപ്പോൾ ബാലഗോപാലിന് തന്നെ ലീഡ് കുറഞ്ഞാലും മാർജിൻ കുറഞ്ഞാലും ജയിക്കാനാണ് സാധ്യത. പിന്നെ ഈ ആൻറ്റി ഇൻകുംബൻസി ഉണ്ടെങ്കിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു, രശ്മി വന്നാലും ഇത് ഡിവൈഡ് ചെയ്ത് കോൺഗ്രസ് ആയിഷ പോറ്റിക്കും രശ്മി 2 സ്ത്രീകളാണ്. ആ 2 സ്ത്രീകൾക്ക് ഡിവൈഡ് ചെയ്ത് പോയി കഴിയുമ്പോൾ KN ബാലഗോപാൽ ഇറ്റ് ഈസ് ഈസി വോക്ക് ഓവർ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ നമുക്ക് KN ബാലഗോപാലിനെ നടന്നിട്ടില്ലെങ്കിൽ ബാലഗോപാൽ തന്നെ കൊട്ടാരക്കരയിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് ഇപ്പൊ പറയാം. ഇനി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ആദ്യം ഡേറ്റ് ഡിക്ലെയർ ചെയ്യട്ടെ, പിന്നെ ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ, അതിനുശേഷം റിസൾട്ട് വരട്ടെ.